ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്നൊരു റവ കൊണ്ട് കേസരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ നെയ്യിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നെയ്യിൽ തന്നെയാണ് എല്ലാവരും ഉണ്ടാക്കുക. അപ്പോൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ അതിനായിട്ട് നമ്മളത് ഒരു പ്രഷർ പാനിൻ്റെ നല്ല ചുവട് കട്ടിയുള്ളൊരു പാത്രം വയ്ക്കുക. ഏത് പാനായാലും വേണ്ടില്ല, അത് വയ്ക്കുക. അത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള നെയ്യും, ഒരു ടേബിൾ സ്പൂൺ ഞാൻ അളന്നെടുത്തിട്ടല്ല, ഏകദേശം ഒരു ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ച് അതൊന്ന് ചൂടായി നല്ലോണം പാൻ നന്നായിട്ട് ചൂടായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു അരക്കപ്പ് റവ ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ കേട്ടോ, വല്ലാതെ തീയാക്കരുത്. അപ്പോൾ ചിലപ്പോൾ റവ കരിയാനൊക്കെ സാധ്യതയുണ്ട്. നെയ്യിൻ്റെ ടേസ്റ്റ് പോവും, നെയ്യിൻ്റെ മണവും ഗുണമൊക്കെ പോവും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി. അല്ലെങ്കിൽ ഒരു മീഡിയം, ലോങ്ങായിട്ട് ഒരു ഇത്തിരി കൂടുതൽ. അപ്പോൾ നമ്മൾ ആ റവ ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊരു 2 മിനിറ്റ് ഇളക്കി കൊടുക്കാം. ബ്രൗൺ കളറൊന്നും ആവണ്ട. അതിൻ്റെ റോ ടേസ്റ്റ് ഉണ്ടല്ലോ, ഒരു പച്ച മണം ഉണ്ടല്ലോ റവയുടെയൊക്കെ, അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നെയ്യ് എത്ര ഒഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ, നെയ്യ് ആവശ്യത്തിന് ഒഴിക്കുക. പിന്നെ ഞാൻ പഞ്ചസാര പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഞാൻ പൊടിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെ ഇട്ടാലും കുഴപ്പമില്ല. അത് മെൽറ്റാവും കുറച്ച് കഴിയുമ്പോഴത്തേക്ക്, ഒരു 2 മിനിറ്റ്. പിന്നെ ഞാൻ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. പാല് ചൂടുള്ള പാലാണെങ്കിൽ പാലൊഴിക്കാം, ഒന്നും കൂടി ടേസ്റ്റ് ആവും. പിന്നെ കുങ്കുമപ്പൂവ് ചേർക്കാം ഈ സമയത്ത്, വെള്ളം ഒഴിക്കണ സമയത്ത്. കളർ വേണമെങ്കിൽ ഫുഡ് കളർ വേണമെങ്കിൽ ചേർക്കാം. ഫുഡ് കളറൊന്നും ചേർക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ, കുട്ടികൾക്കല്ല എല്ലാവർക്കും വയറിനൊക്കെ കേട് തന്നെയാണ് അത്, ഫുഡ് കളറൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേണമെങ്കിൽ ഒരു നുള്ളി മഞ്ഞൾപ്പൊടി ചേർക്കാം, അല്ലെങ്കിൽ കുങ്കുമപ്പൂ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല കളർ കിട്ടും. എന്നിട്ട് ഞാൻ തിളച്ച വെള്ളം കുറേശ്ശായിട്ട് ഒഴിക്കുക. തിളച്ച വെള്ളം ഏകദേശം ഒരു ഗ്ലാസ് ഒഴിക്കുക കേട്ടോ. എന്നാലേ റവ വേവണമല്ലോ, റവ വേവാനുള്ള. എന്നിട്ട് റവ വെന്തോന്ന് നമ്മൾ നോക്കണം. വെന്തിട്ടില്ലെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ പാല്, എന്തായാലും കുഴപ്പമില്ല. ഈ സമയത്ത് നമുക്ക് വീണ്ടും ഇത്തിരി കൂടി നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നെയ്യ് എത്രയായാലും കുഴപ്പമില്ല, എത്രയായാലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അടിപൊളി ടേസ്റ്റാണിത്. ഇത് വെറുതെ കഴിക്കാൻ നല്ല ഇതാണ്. വൈകുന്നേരമൊക്കെ നമുക്ക് വെറുതെ ഇരിക്കുമ്പോഴൊക്കെ കഴിക്കാം എടുത്തിട്ട്. അല്ലാതെ ചായക്ക് തന്നെ കഴിക്കണമെന്നൊന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. പിന്നെ ഈ കല്യാണത്തിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ രാവിലെ തന്നെയൊക്കെ ഇതൊക്കെ തരാറുണ്ട്. അപ്പോൾ നമ്മൾ ചായ കുടിക്കുകയാണെങ്കിൽ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് കേസരി അവിടെ ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ടാവും. അതൊന്നും എടുത്ത് നമുക്ക് ഇഷ്ടാനുസരണം എടുത്ത് കഴിക്കാം. നമ്മുടെ സ്വന്തക്കാരുടെ കല്യാണമൊക്കെ ആണെങ്കിലാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഏലക്കായ പൊടിച്ചത് ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഫ്ലേവറിന് വേണമെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടറോ അല്ലെങ്കിൽ റോസ് എസൻസോ അതിന് പൈനാപ്പിൾ എസൻസോ ഏതെങ്കിലും ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. എനിക്ക് തോന്നുന്നത് ഫ്ലേവറൊന്നും ചേർക്കാതിരിക്കാൻ നല്ലത്. നമ്മൾ ഏലക്കായ ഇട്ടിട്ടുണ്ടല്ലോ, പിന്നെ നെയ്യ് ചേർക്കണതല്ലേ. അപ്പോൾ വേറെ ഫ്ലേവറൊന്നും വേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്തോളൂ. പിന്നെ കാഷ്യൂ, ബദാം എല്ലാം നമ്മൾ ഒരിത്തിരി പൊടിച്ച് വെച്ചിട്ടുണ്ട്. പൊടിച്ച് നല്ല ക്രഷ്ഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അതിൻ്റെ മീതിയിട്ട് നമ്മുടെ കേസരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സപ്പോർട്ട്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ഇതൊക്കെ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ഇഗ്നോർ ചെയ്തേക്കും. ഓക്കെ, താങ്ക് യു.